പ്രിയപ്പെട്ടവരെ, ഓരോ ട്രിപ്പിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തരായി പരിചയപ്പെടുത്തുന്നു. പാറു, കൈവക്കിയവർ. ഹായ്. കുഞ്ചു. ഹായ്. കവിത ചേച്ചി. ഹായ്. അമ്മണി. ഹായ്. നിഖില. ഹായ്. ശ്യാംചന്ദ്. ഹായ്. അശോകൻ. ആടുകാടുകൾ. വിദ്യ തേറാട്ടിൽ. ഹായ്. സെൽഫി. പിന്നെ ഞാനും. ഇപ്പോൾ ഞങ്ങൾ മഞ്ഞ മലകൾക്കിടയിലൂടെ മന്ദം മന്ദം NSBയുടെ ട്രെയിനിൽ യാത്രയാവുകയാണ്. ട്രെയിനിലുള്ളവരെ താരാട്ട് പാട്ട് പാടി ഉറക്കി എല്ലാവരും ഉറങ്ങുകയാണ്. എന്തെങ്കിലും അശോകന് പറയാനുണ്ടോ? ഈ ട്രിപ്പിന്റെ ദാതാവുമാരാണ് ഈ രണ്ടുപേരും. ഡ്രൈവറും കിളിയുമാണ്. നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ഈ അവസരത്തിൽ പറയുന്നുണ്ടോ? എന്നാലും ഒരു രണ്ടു വാക്ക് പറയൂ. ഈ ട്രിപ്പിന്റെ മൊത്തത്തിലുള്ള ഒരു വിശദീകരണം നൽകൂ. പറഞ്ഞേ. നമ്മളുടെ ഇവിടെ നിന്ന് നേരെ ചുരുളിലേക്കും ചുരുളിൽ നിന്ന് ഓറയിലേക്കുമുള്ള ഒരു യാത്രയാണ്. ഒരു നല്ല യാത്രയാകുമെന്ന് വിചാരിക്കുന്നു. അവിടെ നമുക്ക് സ്കീയിങ് സ്പോട്ടുകൾ നിറയുണ്ട്. ചിലപ്പോൾ ഗൊണ്ടോല എന്നറിയപ്പെടുന്ന ഒരു റോപ്പേയിൽ കൂടി നമുക്ക് മുകളിൽ പോയി നല്ല സൈറ്റ് സീയിങ് ഒക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നല്ല ഒരു ഫാന്റാസ്റ്റിക് ട്രിപ്പ് ആകുന്നത്. താങ്ക് യു. ശ്യാം ചേട്ടൻ പറഞ്ഞേ പ്ലീസ്. ഇല്ല, രണ്ട് വാചകം പറഞ്ഞോളൂ. രണ്ട് വാചകം പറയാം. അശോകൻ പറഞ്ഞു നല്ല ട്രിപ്പാന്ന് വിചാരിക്കുന്നു. ഒരു വാചകം പോലെ ആണോ? അടുത്ത സ്ഥലം. ഓക്കെ. കവിത ചേച്ചി രണ്ട് വാക്ക് പറയുന്നു. പാറു, മോളുടെ അനുഭവം ഒന്ന് പറയും. എന്താണ് പ്രതീക്ഷിക്കുന്നത് അവിടെ? ഇതുപോലത്തെ ട്രിപ്പുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇനിയും? അതുകൊണ്ട് നിർത്തിക്കോണം. എന്താണ് കവിത ചേച്ചി ഈ ട്രിപ്പിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അയാൾ എന്ത് പറഞ്ഞു? നമുക്ക് പ്രശ്നമാണോ? ഇല്ലില്ല. നിഖില, ഈ ട്രിപ്പിന്റെ എന്താണ് എക്സ്പെക്ടേഷൻസ്? ശ്യാംചേട്ടന്റെ എക്സ്പെക്ടേഷൻ എന്താണ്? ശ്യാംചേട്ടൻ നല്ല ട്രിപ്പ് എക്സ്പെക്ട് ചെയ്യുന്നു. അശോകന്റെ ടൂർ ഓർഗനൈസറൊന്നും പാടില്ല. നിന്റെ എക്സ്പെക്ടേഷൻസ്? നല്ല എക്സ്പെക്ടേഷൻസ് ആണ്. ബസ് കിട്ടിയാൽ മതി, അവിടെ ചെല്ലുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റിയാൽ മതി, ഫുഡ് കഴിക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. താങ്ക് യു. അങ്ങനെ നമ്മളുടെ ട്രിപ്പ് വീണ്ടും ബസ്സിലേക്ക് മാറിയിരിക്കുകയാണ്. മനോഹരമായ നോർവേയുടെ തീരങ്ങളിലൂടെ തഴുകി അഴുകി ഓടിക്കുന്ന ബസ് ഓടിക്കുന്നത് ശങ്കരനാരായണനാണ്. ശങ്കരനാരായണന് കിളിയടിക്കുന്നത് അശോകൻ ആടുകാടുകം. എല്ലാം മറന്ന് വാവിളിച്ചിരിക്കുന്ന കുട്ടികൾ. വിദ്യ, എങ്ങും മഞ്ഞുകൾ തൂകി നിൽക്കുകയാണ്. മനോഹരമായ നോർവേയുടെ തീരങ്ങളിലൂടെ ഞങ്ങൾ സ്വീഡൻ്റെ തീരങ്ങളിലേക്ക് പതുക്കെ പതുക്കെ മെല്ലെ മെല്ലെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വിശദമായ കമൻട്രി നൽകുന്നതിന് വേണ്ടി ശ്യാം ചേട്ടനെ പിന്നീട് ക്ഷണിക്കുന്നതാണ്. നല്ല ക്ലിയർ ഉണ്ട്. സ്റ്റൂറിൽ നിന്നും ഞങ്ങൾ ഓരയിലേക്കുള്ള ട്രിപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനിടയിലും പഠിത്ത കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന അമ്മണി.
ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇവിടെ എല്ലായിടത്തും സ്നോ ആണ്. അതെ അതെ. നിഖില ഇപ്പോഴും ടെൻഷനിലാണ്. അശോകൻ എല്ലാം മറന്ന് മഞ്ഞിനെ നോക്കി. കവിത ചേച്ചി എല്ലാവർക്കും ബ്രെഡ് കൊടുത്തു. ചിലതെനിക്ക് ചെയ്യാൻ കുഞ്ചു ബ്രെഡ് കുഞ്ചു ബ്രെഡ് തിന്നുന്നു. പവർ മാർക്കറ്റിന് പാറു വീണ്ടും മഞ്ഞ് നോക്കിയിരിക്കുകയാണ്. ശ്യാം ചേട്ടൻ അയവിറക്കി. ഇത് സ്വരൂപ് വന്ന ട്രെയിനാണെന്ന്. വിദ്യ എന്തെടുക്കാണ്? ബ്രെഡ് പകുതി തിന്നിട്ടിരിക്കുകയാണ്. വിദ്യ പകുതി ബ്രെഡ് തിന്നിട്ടിരിക്കുകയാണ്. പകുതി പിന്നത്തില്ല. ഇവരുടെ മുഖം കാണുന്നതിനേക്കാൾ ഭംഗി വെളിയിലേക്ക് കാണുന്നതാണ്. അതെ, വല്ലാത്ത സ്നോ. അമ്മണിക്ക് എന്തെങ്കിലും ഈ സ്നോ കണ്ടപ്പോൾ പറയാൻ പറ്റുന്നു? പറഞ്ഞോളൂ. ഈ സ്നോ ആരിട്ടതാണെന്നറിയോ? ആരിട്ട? അങ്ങനെ ഇട്ടതാണ് സ്നോ. എന്നാണ് സ്നോ വരുന്നത് ആരാ പറഞ്ഞു? അച്ഛനാണ് ഇന്ന് സ്നോ വരുന്നത് പറഞ്ഞത്. സ്കീയിങ് ഉള്ളതാണ്. അങ്ങനെ ഓരോ ലക്ഷ്യമാക്കി പായുന്ന ട്രെയിൻ ഇലക്ട്രിക് ട്രെയിനാണ്. സ്വീഡൻ ട്രെയിനുകൾ നോർവേ ട്രെയിനുകളിൽ നിന്നും ഒരല്പം വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. അവിടെ അടച്ചിരിക്കുകയാണ്. അത് ഇലക്ട്രിക് ആയതുകൊണ്ടാണ് വിദ്യ. സമയം 10:32. ഞങ്ങൾ ഓരയിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഓരയിൽ വന്നിറങ്ങുന്നത്. ഓരയിൽ നിന്ന് മന്ദം മന്ദം ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ നിങ്ങൾക്കിപ്പോൾ കാണാം വിദ്യ, നിഖില, അമ്മിണി, കുഞ്ചു, കവിത ചേച്ചി. എന്തു ചെയ്യണമെന്നറിയാതെ ഇതിവ് കർത്തവ്യ മൂഢരായിരിക്കുന്ന രണ്ടുപേർ, ശ്യാംചന്ദ് ആൻഡ് അശോകൻ. എന്തിനും തയ്യാറായി പാറു. ഹോട്ടൽ ഹോളിഡേ ഇൻ. ഇനി വർണ്ണശബലമായ ദിനങ്ങളാണ്. ഈ മലമുകളിലേക്കാണ് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതെ, ഓര വളരെ വിജനമാകുമെന്ന് ആരും കരുതണ്ട. ഒരുപാട് പേര് സ്കീ ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. അതെ, അങ്ങനെ നമ്മൾ ഓരോ സെൻറ്ററത്തിൽ എത്തിയിരിക്കുകയാണ്. ഓരോ സെൻറ്ററത്തിൽ നിന്ന് ഫുഡിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ഓരോ പട്ടണം നിങ്ങൾ ഒന്ന് കണ്ണോടിക്കുകയാണ്. വാവ്! ഈ ഓരോ പട്ടണത്തിൽ വന്നിറങ്ങിയ നിമിഷത്തിൽ താങ്കളുടെ മനസ്സിലുണ്ടായ വിസ്ഫോടനം എന്താണ്? ഈ ചായ എങ്ങനെ തീർക്കുന്നു? തൂക്കി പിടിച്ച് നടക്കുന്നുണ്ട്. കവിത ചേച്ചി ഈ അവസരത്തിൽ രണ്ട് വാക്ക് പറയുന്നു. ഇനി കണ്ടു കഴിഞ്ഞു അറിയാം ബാക്കി. ശ്യാം ചേട്ടാ, ഈ മല കയറട്ടെ. മക്കളെ, നിങ്ങൾ ഈ മഞ്ഞയിൽ കിടന്ന് കളിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? അമ്മണിക്ക് എന്താണ് തോന്നുന്നത്? ഹലോ പാറു, ക്യാ ബോൾത്തി തൂ? എന്തൊക്കെ പറയുന്നു? നിങ്ങൾ എന്ത് പറയുന്നു ഈ അവസരത്തിൽ? അശോകൻ, താങ്കൾ മാപ്പൊക്കെ കിട്ടിയതിന് ശേഷം ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയപ്പാ. എന്ത് പറയും? ഇപ്പോൾ നമ്മൾ ആ കാണുന്ന കേബിൾ കാറിലേക്ക് കയറുവാൻ വേണ്ടിയുള്ള യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഹിൽ ടോപ്പിലാണ് നമുക്ക് വ്യൂ ഉള്ളത്. ഇപ്പോൾ ആളുകൾ സ്കീ ചെയ്യാൻ വേണ്ടി സാധനങ്ങളൊക്കെ ആയിട്ട് പതുക്കെ പതുക്കെ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ആയിരക്കണക്കിന് പേരാണ് ഇവിടെ സ്കീ ചെയ്യാൻ ഒരു ദിവസം എത്തുന്നത്. ഈ നയനമനോഹരമായ കാഴ്ചകൾ കാണുവാൻ വളരെ 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 മനോഹരമായിരിക്കുകയാണ്. ഇത് സ്വീഡൻ്റെ പതാകയാണ്. ഇപ്പോൾ ഓരയിലെ കേബിൾ കാറിലാണ് നമ്മളുള്ളത്. മനോഹരമായ കേബിൾ കാറുകളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്ന് മാറില്ല.
അത് ഓരോ ലേക്കാണ്. അത് ഫ്രീസായല്ലേ? ഓരോ ലേക്ക് ഫ്രീസായി. ലേക്കാണോ പറഞ്ഞത്? ലേക്കാണ്, റിവറല്ല. അത് ലേക്കാണ് ഷാ. സൂര്യോദയം ആയി കേട്ടോ. സൂര്യൻ ഉദിച്ചു. സൂര്യൻ വളരെ മനോഹരമായ ഉബ്ദാൽ പർവ്വത നിരകളിലൂടെ ഇപ്പോൾ ഓരയിലെത്തിയിരിക്കുകയാണ്. ഓരയിലെ ഹിൽ ടോപ്പിൽ ഏതാണ്ട് 1 കിലോമീറ്റർ മേളിൽ പൊക്കത്തിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിപ്പോൾ. വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിമാലയ പർവ്വത നിരകളിലൂടെ പോയ അതേ എഫക്റ്റ് ആണ് ഇപ്പോൾ കേട്ടോ. വാവ്, അതെ. ഇപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിലെത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായ ഇപ്പുറത്തെ സൈഡിലൂടെ ഒരിക്കൽ കൂടെ നമ്മൾ കണ്ടുപോവുകയാണ്. ഗൊണ്ടോല ഓരയുടെ ഹയസ്റ്റ് പോയിന്റിൽ നിന്നും നമ്മൾ വീണ്ടും താഴേക്ക് പോവുകയാണ്. ഇപ്പോൾ സൂര്യൻ ഉദിച്ച് ഏതാണ്ട് മലമുകളിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ അവസരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അശോകൻ ഇപ്പോൾ വണ്ടി അനങ്ങിയിരിക്കുകയാണ്. അശോകൻ, ഈ ഓരയിലെ ഹയസ്റ്റ് പോയിന്റിൽ നിന്നും സെൻട്രത്തിലേക്ക് പോകുന്ന ഈ വഴിയിൽ താങ്കളുടെ മനോധർമ്മം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞേ. വളരെയധികം സ്നോ ഉള്ള ഒരു സ്ഥലമായിരുന്നു. കുന്നിന്റെ ഹയസ്റ്റ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വിസിബിലിറ്റി വളരെ കുറവായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രകൃതി നമ്മളോട് അനുകൂലമായ കുറേ സിമ്പലുകൾ തന്ന് പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങൾ കാഴ്ചവെച്ചു. നമ്മൾ അതുകൊണ്ട് അത് കഴിഞ്ഞ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. നമ്മൾ തിരിച്ചു പോവുകയാണ്. അതെ, ഈ അവസരത്തിൽ അമ്മണി എന്ത് പറയുന്നു? നോ പറയുന്നു. വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ട്രിപ്പ് ആയിരുന്നു. നല്ലൊരു നമ്മുടെ ലക്ക് കൊണ്ട് നമുക്ക് സൂര്യനെ കിട്ടി ഇടയ്ക്ക്. ഫാറു, ഈ ട്രിപ്പിനെ കുറിച്ച് എന്ത് പറയുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? ഏതാണോ ചൂസ് ചെയ്യുന്നത്? കുഞ്ചു എന്ത് പറയുന്നു? കുഞ്ചു ഒന്ന് നോക്കി അത്ര മതി. ഈ അവസരത്തിൽ ഈ ട്രിപ്പിന്റെ ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫർ ആയിരുന്ന കവിത എന്ത് പറയുന്നു? നന്നായിരുന്നു. അതെ, നല്ല ഫോട്ടോ. അതെ, അടിപൊളി, നന്നായിരുന്നു. ഇനി ഒരിക്കൽ കൂടെ ഓരയിൽ വരാൻ താല്പര്യമുണ്ടോ? തണുപ്പില്ലെങ്കിൽ വരാം. ഓക്കെ, ചേച്ചി വേറെ എന്തെങ്കിലും അനുഭവം പങ്കുവെക്കാനുണ്ടോ? താങ്ക് യു. മൊത്തത്തിൽ ഞങ്ങൾ ആനന്ദകരമായ ഒരു ട്രിപ്പായിരുന്നു കാഴ്ചവെച്ചത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇതാ വളരെ വേഗം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മറാപ്പുകേറ്റുന്നതും ഭവാൻ 2-4 ദിനം കൊണ്ടൊരുത്തനെ പന്തിലേക്ക് നടത്തുന്നതും ഭവാൻ. അങ്ങനെ കേബിൾ കാറിൽ കയറി നമ്മൾ വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ടീമുകളൊക്കെ ഇതിലെ കൂടി സ്കീയിങ്ങിന് പോയത് നോക്കി. പൊതുവിൽ ഇവിടെ ആളുകൾ സ്കീയിങ്ങിനാണ് വരുന്നത്. ആദ്യമായിട്ടാണ് 4 പേര് സ്കീയിങ്ങിന് അല്ലാതെ ഇവിടെ വരുന്നത്. അതുകൊണ്ട് താഴെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് കഴിഞ്ഞ് താഴെ ചെല്ലുമ്പോൾ വൻ സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓരോ സ്കീയിങ് അസോസിയേഷൻ. ലൈഫിന്റെ ഇത് വെച്ചിട്ട് തന്നെയല്ല ഇത് പോകുന്നത്. ഇതിൽ കൂടി സ്കീ ചെയ്യുന്നതേ ശരിക്കും ലൈഫ് ത്രെറ്റനിങ് ആണ്. നിത്യാഭ്യാസി ആനയും ചുമക്കും കുട്ടാ. നോക്കി അവര് ഇതിനകത്ത് എക്സ്പേർട്സ് ആയിരിക്കും ചേരുന്നത്. പിന്നെ ആദ്യം പഠിച്ച ആള് ഡൗൺ ഹിൽ വന്നു കഴിഞ്ഞാൽ താഴെ ചെല്ലുമ്പോൾ 4 പല്ലും 2 എല്ലും ഉണ്ടാവില്ല. ഇത് പല്ലും തല്ലും മാത്രമല്ല, ഒന്നും ഉണ്ടാവില്ല ഇതിൽ കൂടി പോയി കഴിഞ്ഞാൽ. ആര് പറഞ്ഞു?
നിങ്ങൾക്ക് എന്തറിയാം മാഷേ, ഇവിടെ ആയിരക്കണക്കിന് പേര് സ്കീയിങ്ങിന് വന്ന് പോകുന്നതല്ലേ. താഴെ ഫ്രോസൺ ആയി കിടക്കുന്നത് ഓരോ ലേക്കാണ്. ഇത് സ്കീയിങ് ഏരിയ അല്ല, ഡൗൺ ഹിൽ ആണ്. അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല, അങ്ങോട്ട് പോയി ശരിയാ. അത് നോക്കി ഇതിലെ കൂടെയൊക്കെ പാട് നോക്കി പോയ ആൾക്കാർ അത് അഖിലേക്ക് കയറി പോകുന്നതായിരിക്കും. ലോജിക്കലായിട്ട് സംസാരിക്കുക. എനിക്ക് ലോജിക്കലാണോ ഇല്ലോജിക്കലാണോ എന്ന് അറിയില്ല, പക്ഷെ ആളുകൾ പോയിട്ടുണ്ട്. നോക്കുക, സൂര്യനെ കാണാൻ എത്ര മനോഹരമായിരിക്കുന്നു. അസ്തമയ സൂര്യനാണ് എന്ത്. അതെ, സൂര്യൻ ഉദിച്ച് വെറും 2-2.5 മണിക്കൂറാകുമ്പോൾ അസ്തമിക്കും. ഈ സൂര്യൻ ഇപ്പോൾ ഇവിടെ പാർട്ട് ടൈമാണ് ജോലി ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ജനാധിപത്യ വിരുദ്ധവും മൂരാച്ചിത്തരവുമായ സൂര്യന്റെ ഈ പരിപാടികൾക്കെതിരെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ ഇവിടെ നിർത്തുന്നു. വാവ്, നോക്കൂ, നിങ്ങൾ നോക്കൂ, അവിടെ ഒരു കൂര കാണുന്നില്ലേ? ഒരു ഹിത്തയാണത്. അതിന്റെ താഴെ കാണുന്ന, താഴേക്ക് പോകുമ്പോൾ ഓ ഇവിടെ നിർത്തി നമുക്ക് ഇത്തിരി നേരം കാണിച്ചു തരൂ. ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ഓവർ കൂടെ ആയിരുന്നു അല്ലേ? രസായനം. ഇവിടെ വേൾഡ് കപ്പ് ഉണ്ടല്ലോ. 19 ഇവിടെ ഇങ്ങനെ സ്കീയിങ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ വെള്ളത്താരമില്ലേ, അതാണ് ഓരി തടാകം. ഓരി ലേക്ക് ഫ്രോസൺ ആണ്. അതെന്നും പറയും. അത് നോർവീജിൽ എന്ത് പറയും? ലേക്കിന് എന്ത് പറയും നോർവീജിന്? ഓരേ വാനറ്റ് എന്ന് നോർവീജിയനിൽ പറയും. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലീൻ ആക്കി തരികയാണ് കാണാൻ വേണ്ടി. ഇപ്പൊ കണ്ടോ? ഇല്ല, തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും കാണത്തില്ല. ഇല്ലവാ. ഇപ്പോൾ അതിമനോഹരമായ റോഡുകളിലൂടെയും മനോഹരമായ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മനോഹരമായ ദൃശ്യത്തിലൂടെ നമ്മൾ കാണുമ്പോൾ അത് മഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ താഴെ എത്തിയപ്പോഴേക്ക് സൂര്യൻ അസ്തമിച്ച് കണ്ടോ? കണ്ടോ? സൂര്യൻ അസ്തമിച്ചല്ല, താഴെ പോയി അല്ലേ? മലയുടെ മുകളിൽ പോയി. മലയുടെ താഴെ ഉണ്ടാവും, അവിടെ മുകളിൽ ഇപ്പോഴും സൂര്യൻ ഉണ്ടാവും. അതെ, മാമല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന മനോഹരമായ ഈ യാത്രയുടെ ഏതാണ്ട് അവസാന ഘട്ടമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഓരയുടെ താഴ്വാരങ്ങളിലേക്കുള്ള ദൃശ്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങളെ ആനന്ദത്തിൽ അറാടിച്ചുകൊണ്ട് ഇതാ ഓരയുടെ വാൻ താഴേക്ക് കുതിച്ചു പായുകയാണ്. ഇനി അശോകൻ കമന്ററി പറയുന്നതിനായി അശോകൻ വന്നിട്ടുണ്ട്. അശോകൻ കമന്ററി പറയൂ പ്ലീസ്. പറയപ്പാ. വളരെ മൂടൽ മഞ്ഞൊക്കെ ഉള്ള ഒരു സമയമാണ് ഓറയുടെ ഇന്നത്തെ പ്രത്യേകത. പക്ഷേ പ്രകൃതിയുടെ വിസ്മയം എന്ന് കരുതട്ടെ, പലപ്പോഴും അത് മാറിയും മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെ, 88-ാം മിനിറ്റിൽ 2-0 ഇപ്പോൾ. ഇതൊരു ഓരോ സിറ്റിയിലേക്ക് അടുത്തിരിക്കുകയാണ്. തുറഞ്ഞ് ഐസ് കട്ടയായിരിക്കുകയാണ്. അതിലൂടെ പലരും ഗോണ്ടോല യാത്ര ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഹയസ്റ്റ് പോയിന്റ് ഏകദേശം 1290 മീറ്റർ ഉയരത്തിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സിംഗിൾ റോപ്പ് വേ ഗോണ്ടോലയിലാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇടയ്ക്ക് സ്റ്റോപ്പ് ഓവറുകളൊന്നുമില്ല. മലമുകൾക്ക് പോലെ മേഘപാളികൾക്ക് ഇടയിലാണ് ഇതിന്റെ യാത്ര. മേഘമാളികളെ കീറി മുറിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും മേഘപാളികൾ മറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് വിസിബിലിറ്റി പലപ്പോഴും കുറവായിരിക്കും. ചിലപ്പോഴൊക്കെ മേഘപാളികൾ മാറിയിരിക്കും. ഇന്നേക്ക് പലപ്പോഴും മാറി മറിഞ്ഞു വന്ന മേഘപാളികൾ നമുക്ക് നല്ല വിഷയം. ഇപ്പോൾ നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് ഓറേ ബി അല്ലെങ്കിൽ ഓറേ സിറ്റി എന്ന് വേണം പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്.
ഇവിടെ ഇതൊരു തടാകത്തിൻ്റെയും നദി അല്ലെങ്കിൽ നദിയുടെ തീരത്താണ് ഇരിക്കുന്നത്. ഇവിടെ ഈ നദി തന്നെ ഇപ്പോൾ തണുത്തുറഞ്ഞിരിക്കുകയാണ്. അതിൽ കൂടി പലരും സ്കേറ്റിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമ്മുടെ പള്ളിയിലേക്കാണ് പോകുന്നത്. നമ്മളുടെ അടുത്ത ലക്ഷ്യം ആ കാണുന്ന കിർക്കെ അല്ലെങ്കിൽ പള്ളിയിലേക്കാണ്. അതൊരു 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പള്ളിയാണെന്ന് വേണമെങ്കിൽ പറയാം. രാജാവ് കരം പിരിച്ചുകൊണ്ടിരുന്ന പള്ളിയാണ്. ട്രോന്തിയത്തിലെ രാജാവ് കരം പിരിക്കാൻ ശശിയണ്ണനെ ഏർപ്പാട് ചെയ്ത പള്ളിയാണ്. കരം പിരിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തതാണ്. നമ്മളിപ്പോൾ താഴെ എത്തിയിരിക്കുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഞങ്ങൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് ലാൻഡ് ചെയ്യാൻ പോകുന്ന പിള്ളേരെല്ലാം ഒന്ന് കൈയടിച്ച് കൈയടിച്ചു. വാവ്, അങ്ങനെ ഞങ്ങൾ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്താ ഹാറ് എന്താ ഇവിടെ അമ്മണീനെ പോലെയാണല്ലോ. വാ പേർന്നു അങ്ങനെ തന്നെ അറിയാം. എന്താ പേര്? വാ പേർന്നു ശ്യാം ചേട്ടൻ, ഓരോ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ട്രോൺഹേമിലേക്ക് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ശ്യാം ചേട്ടൻ ഈ ട്രിപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ട്രിപ്പിലും നമ്മൾ ആകെ മലയുടെ മുളിപ്പേതേ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും അവിടെ നിന്ന് ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ശ്രീമതി വിദ്യ എന്ത് പറയുന്നു? ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട? പാറു, ഒരു മുഖം ഒന്ന് കാണിക്ക്. പാറു തളർന്ന് ക്ഷീണിതയായി ഉറങ്ങുകയാണ്. ഹലോ പാറു, എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? 2 വാക്ക് പറഞ്ഞോളൂ. കവി ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. വെതറൊക്കെ നല്ലതായോണ്ട് എൻജോയ് ചെയ്തു. പിന്നെ നല്ലതാണ്. ടൂർ ഓപ്പറേറ്റർ അശോകൻ, വളരെ നല്ല ട്രിപ്പായിരുന്നു. എല്ലാവരും എൻജോയ് പ്രതീക്ഷിക്കുന്നു. അമ്മണി എന്ത് പറയുന്നു? സ്നോയിൽ കളിച്ചൊക്കെ ഇഷ്ടപ്പെട്ടു? സ്നോ ഇഷ്ടപ്പെട്ടു. ആ സ്നോ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ സ്നോ കണ്ടിട്ടുണ്ട്. എന്താണ് അവിടെ ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം? പറയേ. സ്കീയിങ് എന്താണ്? കളിക്കാൻ ഇഷ്ടപ്പെട്ടു. ഫോട്ടോ ഒക്കെ എടുത്തു അമ്മണി. അശോകൻ ഇത്രയോ പറയാനുള്ളൂ. താങ്ക് യു.